ഒരു ചുഴലിക്കാറ്റ്, ദിത്വ ചുഴലിക്കാറ്റ്, അത് കുറച്ച് അധിക നാളുകളായി കിടന്ന് കറങ്ങിക്കൊണ്ട് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടെങ്കിലും കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലും മഴ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആരതി വിവരങ്ങൾ നൽകാനായി ചേരും. ആരതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീലങ്കയിലെ കനത്ത നാശനഷ്ടവും ആൾനാശവും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അധികം ഭയപ്പെട്ടിരുന്നതാണ് തമിഴ്നാട് തീരത്തേക്ക് വരുമ്പോൾ. പക്ഷേ തീവ്ര ന്യൂനമർദ്ദമായി മാറിയപ്പോൾ മഴയുടെ രൂപത്തിലാണ് വലിയ ദുരിതമുണ്ടാക്കുന്നത്. നല്ല മഴയും വെള്ളക്കെട്ടുമൊക്കെ പലയിടങ്ങളിലും തമിഴ്നാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് തമിഴ്നാട്ടിലെ നിലവിലെ അവസ്ഥ? ആന്ധ്രാപ്രദേശിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുന്നു? ജിൽസി പറഞ്ഞ പോലെ തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയുണ്ട്, പ്രളയ മുന്നറിയിപ്പൊക്കെയുണ്ട്. കനത്ത ജാഗ്രതയിലാണ് രണ്ട് സംസ്ഥാനങ്ങളും. ചെന്നൈയിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ചെന്നൈയിലെ പല ഭാഗങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. ഇന്നും അതിന് മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ പ്രവചനാതീതമായി തുടരുന്നു എന്നുള്ളതാണ്. അതായത് 3-4 മണിക്കൂറൊക്കെ കൂടുന്ന സമയത്ത് തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങൾ മാറ്റി പ്രവചിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ചെന്നൈ, തിരുവല്ലൂർ, കാഞ്ചീപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. എന്നാൽ അല്പം മുൻപ് വരെ 4 ജില്ലകളിൽ റെഡ് അലർട്ടായി മാറിയിരിക്കുകയാണത്. ചെന്നൈ, കാഞ്ചീപുരം, തിരുവല്ലൂർ, ചെങ്കൽപ്പേട്ട് തുടങ്ങിയ ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ യെല്ലോ അലർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 7 മണിയോടുകൂടെ കനത്ത മഴയായിരുന്നു തമിഴ്നാട്ടിൽ വന്നിരുന്നത്. അത് കാരണം കനത്ത വെള്ളക്കെട്ടും അതുപോലെ ജനജീവിതം ദുസ്സഹമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിൽ കനത്ത വിമർശനവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ 4:30 റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ആ ഒരു സമയത്തായിരുന്നു മഴയ്ക്ക് കുറച്ചെങ്കിലും ശമനമുണ്ടായിരുന്നത്. മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്നലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ചെന്നൈയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുത്തുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. അതായത് 4000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തി എന്നുള്ളൊരു കഥയായിരുന്നു സർക്കാർ പറഞ്ഞിട്ടുള്ളത്, DMK സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസത്തെ മഴ കാരണം തന്നെ ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഉന്നയിച്ചു വരുന്നത്. ഇതിനിടയിൽ സ്റ്റാലിൻ ജില്ലാ കളക്ടർമാരുമായി യോഗം വിളിച്ച് സ്ഥലത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. കൃഷിനാശം ഉണ്ടായിട്ടുണ്ടായിരുന്നു വ്യാപകമായി, അതിൻ്റെ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അതൊക്കെ നേരിടാൻ സജ്ജമാണ് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. ചെന്നൈ നഗരത്തിലെല്ലാം ബോട്ടുകൾ പ്രളയം വരികയാണെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാനും അതുപോലെ രക്ഷാപ്രവർത്തനമൊക്കെ ദ്രുതഗതിയിൽ ചെയ്യാനും ഒക്കെ വേണ്ടി ബോട്ടുകളൊക്കെ സജീവമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലെ വിവരങ്ങൾ.